ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന LD ക്ലർക്ക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ സോഴ്സും അനുബന്ധ വിവരങ്ങളുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. കാരണം 2024 നടക്കുന്ന LD ക്ലർക്ക് നമുക്കറിയാം ഈ വർഷം നടക്കാൻ പോകുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുകയാണ്. ഇതിൻ്റെ അനുബന്ധ വസ്തുക്കളൊക്കെ പഠിക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് നമുക്ക് വരുന്ന LD ക്ലർക്ക് എക്സാമിന് വാങ്ങിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ചോദ്യങ്ങളുടെ ഉറവിടം അറിഞ്ഞ് എന്നത്തെയും പോലെ നമുക്ക് കാര്യങ്ങൾ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസ്കഷനിലോട്ട് കിടക്കാം. ഐ ആം അലീഷ ആൻഡ് വെൽക്കം ടു അലീസേസ് ബൈ അലീഷ. സോ ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം എന്നുള്ളത് കറക്റ്റായിട്ടുള്ളതാണ്. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, അതും കറക്റ്റാണ്. വൈകുണ്ഠ സ്വാമികളുടെ അല്ല പ്രാചീന മലയാളം, അവിടെ തെറ്റാണ്. ചട്ടമ്പി സ്വാമികളുടെ തന്നെ കൃതിയാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത്. സോ അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. വാഗ്ഭട് ആനന്ദൻ അഭിനവ കേരളം, ഇത് ശരിയാണ്. സോ ഇവിടെ 1, 2, 4 എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നവോത്ഥാനം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ്. അപ്പോൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വാസ്റ്റായിട്ടും പഠിക്കാൻ പരിധിയുണ്ട്. അപ്പോൾ എവിടെ നിന്ന് പഠിക്കണം? ഹിസ്റ്ററി ഒക്കെ കൂടുതലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് കൂടുതലും SCRT ഫാക്ട്സ് തന്നെയാണ്. അപ്പോൾ SCRT ഫാക്ട്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ബാക്കി അതിന് പുറമേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് സമയം വേസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കിപ്പോൾ കാണാനായിട്ട് പറയുന്നത് പോലെ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഇതിലുള്ള ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നവകേരള സൃഷ്ടിക്കായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇത്. വൈകുണ്ഠ സ്വാമികളെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാക്കുക എന്ന് പറയുന്നത് ആര്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകങ്ങളാണ് ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ. അദ്ദേഹം ജനിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഓക്കെ, അപ്പം ഇത് ഇനിയും നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. അപ്പം നമ്മൾ LDC ഹോട്ട് ടോപ്പിക്സിലൊക്കെ വളരെയധികം എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ്, ടോപ്പിക്സ് ആണ് ഇതെല്ലാം എന്നുള്ളതാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 1857 റിവോൾട്ട്, അതിൽ ഓരോ സ്ഥലത്തും നയിച്ച നേതാക്കന്മാർ പഠിക്കണമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒറ്റ കാര്യം അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായി അല്ലേ? അപ്പോൾ ഝാൻസിയിലാണ് റാണി ലക്ഷ്മിബായി എന്നുള്ള ഒരൊറ്റ ഫാക്ടർ അറിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് എത്താനായിട്ട് പറ്റും. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അതായത് കാൺപൂരിലാണ് നാനാ സാഹിബ്, ബീഹാറിലാണ് കൻവർ സിംഗ്, ഡൽഹിയിലെ ബഹദൂർ ഷാ രണ്ടാമൻ, റാണി ലക്ഷ്മിബായി, ഝാൻസി എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു INC സെഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ റിപ്പീറ്റഡ്ലി PSC എല്ലാ എക്സാമുകൾക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് ചോദിക്കുന്ന ഒരു സമ്മേളനം കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത്. 1929 ലാഹോർ സമ്മേളനം. അപ്പം എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഇതെല്ലാം നടന്നത് ഓപ്ഷൻ സി ലാഹോർ സമ്മേളനം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ചൈനയെ ആധുനീകരിക്കാൻ സൻ യാറ്റ്സൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ എവിടെ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചത്? ഈ ചോദ്യത്തിലൊക്കെ ചിലരൊക്കെ സംശയം പ്രകടിപ്പിച്ചു. SCRTയിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഫാക്ട്സ് ആണ്. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. അപ്പോൾ സൺ യാറ്റ്സന്റെ 3 പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് SCRTയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് 3 അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ തന്നെയാണ്. എല്ലാം ശരിയാണ് എന്നുള്ളത് ാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് LDCയിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ 10ാം ക്ലാസ്സുകാരുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. സൺ യാറ്റ്സന്റെ 3 ആശയങ്ങൾ: ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കുന്നത്. മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള
ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റെവല്യൂഷനൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ കോളംസ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോരോ റെവല്യൂഷനും നമുക്ക് ഒരുപാട് ഇതുപോലെ പോയിന്റ്സ് മുന്നോട്ട് വെച്ചത് പഠിക്കാനുണ്ട്. അപ്പം അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ SCRTയിലത്തെ ഓരോ വരിയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. നമുക്കിവിടെ കറുപ്പ് വ്യാപാരം, തുറന്ന വാതിൽ നയം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ നമുക്ക് കാണാനായിട്ട് പറ്റും റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. അപ്പോൾ ഇനിയുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ, ഒന്നാം ലോകയുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു, 24-ൽ പുതിയ ഭരണഘടന നിലവിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ റെവല്യൂഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരോ പോയിന്റ്സും ഓരോരോ ക്വസ്റ്റ്യൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ വേണം നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാ ക്രമത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതും SCRTയിലുള്ള ഫാക്ട്സ് തന്നെയാണ്. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ആദ്യം നടന്നേക്കുന്നത് ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടിയാണ് അല്ലേ? ബോസ്റ്റൺ ടീ പാർട്ടിയാണ് 1773 നടന്നേക്കുന്നത്. അതിനുശേഷമാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 74-ലാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 76-ലാണ്. പാരീസ് ഉടമ്പടി 1783-ലാണ്. ഇതിന്റെ എല്ലാം വർഷങ്ങളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അതേ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. സെയിം. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അമേരിക്കൻ റെവല്യൂഷനെ കുറിച്ച് കാണാനായിട്ട് പറ്റും. അമേരിക്കൻ റെവല്യൂഷൻ, യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. വർഷവും ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാം കോണ്ടിനെന്റൽ ഇപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷം തന്നെയാണ് 1775 എന്ന് പറയുന്നത്. ഇനി സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കുന്നത് 1776-ലാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 1789 യുദ്ധം അവസാനിക്കുന്നു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമേത്? ഏതാണ്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ PSC പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എ മാർക്ക് ചെയ്യുന്നു. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് മുംബൈ ഹൈ ആണ്. കൽക്കരിപ്പാടമാണ് ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ജാരിയ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു ഫാക്റ്റും കൂടിയാണിത്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത്. ജാർഖണ്ഡിലെ ജാരിയ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം എന്ന് പറയുന്നത്. സോ അത് ഫൈനൽ ആൻസർ കീ ആവുമ്പോഴേക്കും മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീയിൽ പ്രകാരമാണ് ജസ്റ്റ് ഇത് മാർക്ക് ചെയ്തേക്കുന്നത്. മുംബൈ ഹൈ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരേണ്ടത്. അടുത്തത്, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. നാഷണൽ വാട്ടർവേ കേരളത്തിലൂടെ കടന്നു പോകുന്നത് ഓപ്ഷൻ സി ആണ്. 3 ആണല്ലേ? ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ SCRTയിൽ പറയുന്ന ഈ ഒരു ഫാക്ട്സും കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. 1986-ലാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്. 1986-ലാണ്. അതിനുശേഷമാണ് ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായിട്ട് പ്രഖ്യാപിക്കുന്നത്. നാഷണൽ വാട്ടർവേ 1 ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗാ നദിയിലാണ്, അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. ഇതൊക്കെ ചോദിക്കാറുണ്ട്. നാഷണൽ വാട്ടർവേ 2 ബ്രഹ്മപുത്ര നദിയിലാണ്, സാദിയ മുതൽ ധൂബ്രി വരെ. നാഷണൽ വാട്ടർവേ 3 ആണ് കേരളത്തിൽ, കൊല്ലം മുതൽ കോട്ടപ്പുറം
മലപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നൊക്കെ അറിയപ്പെടുന്നത്. നാഷണൽ വാട്ടർവേ 3 ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. നാഷണൽ വാട്ടർവേ 4 ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനാട് മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ്. 5 പൂർവ്വതീര കനാൽ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ബന്ധിപ്പിച്ചുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത്? കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഓപ്ഷൻ എ പാലക്കാട്, ഇടുക്കി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം. അപ്പോൾ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് കാലങ്ങളായിട്ട് ഫസ്റ്റ് പ്ലേസിലുള്ളത് ഫിൻലാൻഡാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഡെക്സുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2023 UN മാനവ വികസന സൂചിക അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 134 ആദ്യ സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലൻഡാണ്. മാനവ വികസന സൂചിക 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134, 134 ആദ്യ സ്ഥാനം സ്വിറ്റ്സർലൻഡ്. ആഗോള വിശപ്പ് സൂചിക ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 111, പഠിക്കാൻ എളുപ്പമാണ്, 111. വിശപ്പ് സൂചിക 111 ആദ്യ സ്ഥാനം ബെലാറസ് ആണ്. ഇനി ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ആണെങ്കിൽ 2024 പാസ്പോർട്ട് ഇൻഡെക്സ് 82 ഇന്ത്യയുടെ പൊസിഷൻ. 1ാം സ്ഥാനത്ത് കുറച്ചധികം രാജ്യങ്ങളുണ്ട്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സിംഗപ്പൂർ, ജപ്പാൻ, സ്പെയിനൊക്കെയാണ് ആദ്യ സ്ഥാനത്ത് വരുന്നത്. ഗ്ലോബൽ സന്തോഷ സൂചിക ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം 126. സമാധാന സൂചികയാണെങ്കിലും ഇപ്പോൾ നമ്മൾ സന്തോഷ സൂചിക 126 ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ സന്തോഷമാണെങ്കിലും സമാധാനമാണെങ്കിലും 126 ഇന്ത്യയുടെ സ്ഥാനം. സന്തോഷം കൂടുതലുള്ളത് ഫിൻലൻഡാണ് നമ്മൾ പറഞ്ഞല്ലേ. സമാധാന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ളത് ഐസ്ലൻഡാണ്. ഇപ്പോൾ നമ്മളൊന്ന് ഭയങ്കര ചൂടെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഐസൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു സമാധാനമാണ് അല്ലേ. കുറച്ച് ഐസൊക്കെ മുഖത്തിടുമ്പോൾ കുറച്ച് തണുപ്പൊക്കെ കിട്ടും. സമാധാന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ളത്. സന്തോഷ സൂചിക ഫണ്ണെന്ന് ആലോചിക്കുക, ഫണ്ണ് ഫിൻലൻഡ്. മാധ്യമ സ്വാതന്ത്ര്യം 2023 ഇന്ത്യയുടെ 159 സ്ഥാനമാണ്. 159 സ്ഥാനമാണ്. ഫസ്റ്റ് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് നേരെ വാന്നുള്ള രീതിയിൽ ഉപയോഗിക്കണം അല്ലേ. അങ്ങനെയുള്ള രാജ്യമാണ് നോർവേ ആണ് ആദ്യ സ്ഥാനത്തുള്ളത്. കുറച്ച് കാലങ്ങളായിട്ട് അത് തന്നെയാണ്. ഇനി ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 42. 2023 ഇന്ത്യയുടെ സ്ഥാനം 42. 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. പിന്നെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് PSC കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 38. 1ാം സ്ഥാനം സിംഗപ്പൂരാണ്. അപ്പോൾ 38 എന്നുള്ളത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 38. ഇനി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് IP ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 42. 2024 അവസാനത്തെ 2 സംഖ്യ തിരിച്ചിടുക, 24 തിരിച്ചിടുകയാണെങ്കിൽ 42. IP ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 1ാം സ്ഥാനത്ത്. ഇന്റലക്ച്വൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇന്റലക്ച്വൽ എന്നൊക്കെ ഇറങ്ങി കണക്ട് ചെയ്തിട്ട് US ആണ് 1ാം സ്ഥാനത്ത് ഉള്ളത്. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2023 അനുസരിച്ചിട്ട് 112 സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 112. അതിലും 1ാം സ്ഥാനം സന്തോഷം കൂടുതലുള്ള ഫിൻലൻഡിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഡെക്സുകൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയായി സംയോജിപ്പിക്കുന്നതിനെ എന്താണ് പറയുന്നത്? ആഗോളവൽക്കരണമാണ് അല്ലേ. ആഗോളവൽക്കരണമാണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? 2ാം പഞ്ചവത്സര പദ്ധതി PC മഹലനോബിസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 2015 ജാനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? നീതി ആയോഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ D ന്യൂഡൽഹി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്ന പേരുകളിൽ അറിയപ്പെടുന്നത്. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ B പെട്രോളിയം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള
ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനമാണ് സെബി അല്ലേ. സെബി ആണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ നബാർഡൊക്കെ ഓപ്ഷനിലുള്ളത് കൊണ്ട് നബാർഡൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരോ പോയിന്റും SCRTയിൽ പറയുന്ന പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നബാർഡിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നബാർഡ് മാത്രമല്ല SCRTയിൽ കൊടുത്തിട്ടുള്ള ഇങ്ങനത്തെ ഫാക്ട്സ് ഒക്കെ ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. സഹകരണ ബാങ്കുകൾ, അതിൻ്റെയൊക്കെയും സഹകരണ ബാങ്കുകളുടെ എന്താണ് പ്രവർത്തന തത്വം, സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം, ഇതൊക്കെ മുൻവർഷ ചോദ്യമാണ്. അതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങൾക്ക് വായ്പ നൽകുക. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ തരും. ഏതാണെന്നുള്ളതൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ ഇതുപോലെ 2024 ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദീർഘകാല വായ്പകൾ നൽകി സഹായിക്കുന്നു. അപ്പോൾ അത് ഓപ്ഷനിൽ ഒന്ന് ഷോർട്ട് ടേം ലോൺസ് എന്നുള്ളതായിരുന്നു. വികസന ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്തരം ബാങ്കുകൾ ദീർഘകാല വായ്പകൾ നൽകി സഹായിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട സവിശേഷതകളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ നബാർഡ് എക്സാമുകൾക്ക് സ്ഥിരം ചോദിക്കാറുള്ള ഒരു പോർഷനാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക്. ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിക്കുന്ന ബാങ്കാണിത്. കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ഇനി ചെറുകിട വ്യവസായങ്ങൾക്ക് മാത്രമുള്ള ബാങ്കാണ് സിഡ്ബി. അതുപോലെ എക്സ്പോർട്ടും ഇമ്പോർട്ടും, കയറ്റുമതിയും ഇറക്കുമതിയും അതിനെ സംബന്ധിച്ചുള്ള ബാങ്കാണ് എക്സിം ബാങ്ക്. ഇതൊക്കെ SCRTയിൽ പറയുന്ന മറ്റു ഫാക്ട്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്റ്റ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സ്റ്റാർസ് പ്രൊജക്റ്റ് മുന്നേയും ചോദിച്ചിട്ടുള്ളതാണ്. സ്കൂൾ വിദ്യാഭ്യാസം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ സ്റ്റാർസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ് എന്നുള്ളതാണ്. സ്റ്റാർസിൻ്റെ ഫുൾ ഫോം സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ് എന്നുള്ളതാണ്. 2020 ഇങ്ങനെ ഒരു പദ്ധതി ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. 6 ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഈ ഒരു പ്രൊജക്റ്റിന് കീഴിൽ വരുന്നത്. അതിൽ കേരളമുണ്ട്, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കേരളം, ഒഡീഷ എന്നീ 6 സംസ്ഥാനങ്ങളാണ് ഈ ഒരു പ്രൊജക്റ്റിനകത്ത് വരുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ച് സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് അല്ലേ. ഓപ്ഷൻ സി കേശവാനന്ദ ഭാരതി കേസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായി അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഈ ഒരു ചോദ്യം ഈ വരുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. PK തുങ്കൻ കമ്മിറ്റി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ബൽവന്ത് റായ് കമ്മിറ്റിയാണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ്യങ്ങളൊക്കെ കുറിച്ച് പഠിക്കാനായിട്ട് വരുന്നത്. പഞ്ചായത്ത് രാജിൻ്റെ ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്നത് ബൽവന്ത് റായിയാണ്. സ്വരാജിന്റെ ഫാദർ, പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് കൂടിയായ മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? ഇത് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിർത്തി നിർണയ കമ്മീഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ +1 NCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിക്കണം എന്ന് പറഞ്ഞു. എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിക്കേണ്ടതൊരു മേഖലയാണ്, ഈ ഒരു NCERT വായിക്കേണ്ട മേഖലയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളാണ് സംവരണം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഈ തീരുമാനമെടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? നിയോജക മണ്ഡല പുനർനിർണയ കമ്മീഷൻ, ഡിലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് വിളിക്കുന്നു. ഇതൊരു സ്വതന്ത്ര സമിതിയാണ്. ഇതിൽ തീരുമാനമെടുക്കുന്നത് നിയോജക മണ്ഡല പുനർനിർണയ കമ്മീഷനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ആരാണ് നിയമിക്കുന്നത്? ഇന്ത്യൻ പ്രസിഡന്റാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സഹകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ മുഴുവൻ മണ്ഡലങ്ങളുടെയും അതിർത്തികൾ നിർണ്ണയിക്കുക എന്നതാണ് ഈ കമ്മീഷന്റെ ലക്ഷ്യം. ഓരോ സംസ്ഥാനങ്ങളിലും എത്ര സംവരണ മണ്ഡലങ്ങൾ ഉണ്ടാകണം എന്നത് ആ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം പരിശോധിക്കുന്നു. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളായിട്ട് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു NCERT പാഠപുസ്തകം +1 പൊളിറ്റിക്കൽ സയൻസിലത്തെ ഓരോരോ ചാപ്റ്റേഴ്സും. ഇതിപ്പോൾ ഇന്ത്യൻ ഭരണഘടന
പ്രയോഗത്തിൽ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൽ ഓരോരോ ചാപ്റ്റേഴ്സും, ഇത് 3-ാം ചാപ്റ്ററാണ്, തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. ഇതിലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനും നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി എന്ന് പറയുന്നത്? ഇതിന് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഗവർണർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഫെഡറലിനെ കുറിച്ചിട്ടും ഈ അതേ സെയിം ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പോർഷൻസ് പഠിക്കാനുണ്ട്. സോ ഇതേ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഫെഡറലിസം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ എക്കാലത്തെയും വിവാദ വിഷയവും ഗവർണർമാരുടെ പങ്കിനെ കുറിച്ചിട്ടുള്ളതാണ്. വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഗവർണറെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്. മിക്ക ഗവർണർമാരും വിരമിച്ച പട്ടാള ഉദ്യോഗസ്ഥരോ സിവിൽ സർവീസുകാരോ തലമുതിർന്ന രാഷ്ട്രീയക്കാരോ ആയിരിക്കും. സോ ഇവരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ഗവർണറുടെ പ്രവർത്തനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഭരണത്തിലുള്ള കൈകടത്തലായിട്ടാണ് കരുതുന്നത്. സോ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നു, നമ്മൾ NCERT കോൺസ്റ്റിറ്റ്യൂഷന് പഠിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഇപ്പം നിലവിൽ 6 സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല സഭ. അതായത് ഇപ്പം നമുക്ക് ഈ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ആകെ നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ, അല്ലേ? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല. അപ്പം അങ്ങനെയുള്ള സംസ്ഥാനങ്ങളാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി ഉള്ള സംസ്ഥാനങ്ങൾ ഈ 6 സംസ്ഥാനങ്ങളാണ്: ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ഒറീസ, തെലങ്കാന, ബീഹാർ ആൻഡ് ഉത്തർപ്രദേശ്. ഈ 6 സംസ്ഥാനങ്ങളിലാണ് ബൈക്യാമറലിസം നിലവിലുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ ഒരു വ്യവസ്ഥ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. സോ ഇവിടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ എ, ദി ഇലക്ഷൻ ഓഫ് ദി റെപ്രസെൻറ്റേറ്റീവ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് കൊടുത്തേക്കുന്നത്. നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഓപ്ഷൻ ബി, മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ എന്നുള്ള ഓപ്ഷനും വരുന്നുണ്ട്. നമുക്കൊരു കറക്റ്റായിട്ട് സോഴ്സായിട്ട് അവൈലബിൾ അല്ല. എന്തായാലും PSCയുടെ ആൻസർ കീ പ്രകാരം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, പ്രൊവിഷണൽ കീ പ്രകാരം. അടുത്തത്, നാരി ശക്തി വദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. നമ്മൾ ക്ലാസ് എടുത്തതാണ്. 100 മുതൽ 106 വരെയുള്ള അമെൻമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്തതാണ്. അതിലെ ചോദ്യമാണ് ഓപ്ഷൻ ഡി. 2023 സെപ്റ്റംബർ 28-ാം തീയതിയാണ് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് വുമൻ റിസർവേഷൻ ബില്ലല്ലേ. അപ്പം പുതിയ പാർലമെൻറ്റ് പാസ്സാക്കിയതിന് ശേഷം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ബില്ലാണ്. കുറേ വർഷങ്ങൾ ഫെയിലായതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കിയിട്ട് എടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഓപ്ഷൻ ബി, CISF എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. ഓപ്ഷൻ സി, നവജീവൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മിഷൻസ്, ഒരുപാട് സ്കീംസ് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റൊക്കെ നോക്കി പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. അടുത്തത്, ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു ചോദ്യമാണിത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയായാണ് വർദ്ധിപ്പിച്ചത്? ഓപ്ഷൻ എ, 22 രൂപയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ചോദ്യം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ്, അല്ലാണ്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ്, മറ്റേത് ഗ്രാമത്തിൽ നടപ്പാക്കുന്നതാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് നഗരങ്ങളിൽ തൊഴിലുറപ്പിന് സമാനമായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്നതാണ്. അതിൻ്റെ ദിവസവേതനത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ 2023 ഓഗസ്റ്റിലാണ് ഇങ്ങനൊരു മാറ്റം വന്നേക്കുന്നത്. ദിവസക്കൂലി 333 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ കേരളത്തിൽ എത്രയാണ്? 333 രൂപയാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം എന്ന് പറയുന്നത്. തിരുവനന്തപുരം സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളുടെ ദിവസവേതനം 311 രൂപയിൽ നിന്ന്
333 രൂപയാക്കി. ഓക്കെ, കഴിഞ്ഞ ഏപ്രിൽ മുതൽ മുൻകാല പ്രാബല്യത്തോടെ 311 രൂപയിൽ നിന്ന് 333 രൂപ. അപ്പോൾ ഇതുകൊണ്ടാണ് 22 എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ഒരു ഫാക്റ്റും കൂടെ ഇതിനോടനുബന്ധിച്ച് അറിഞ്ഞിരിക്കുക. തൊഴിലുറപ്പ് പദ്ധതി, അതാണ് തൊഴിലുറപ്പ് പദ്ധതി. നമ്മൾ മഹാത്മാഗാന്ധി നമുക്ക് തൊഴിലുറപ്പ് പദ്ധതി പഠിക്കാനുള്ളതാണ് അല്ലേ. അതിൻ്റെ കേരളത്തിൽ 13 രൂപ വർദ്ധിപ്പിച്ചത് മാർച്ച് 2024 മാർച്ച് 28, 2024 അതിൻ്റെ വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രകാരം 13 രൂപ വർദ്ധിക്കുന്നതോടെ കേരളത്തിലെ കൂലി എത്ര രൂപയാണ്? 346 രൂപയാണ് കേരളത്തിലെ കൂലി എന്ന് പറയുന്നത്. 346 ആണ്. ഏറ്റവും കൂടുതൽ വർധനവുണ്ടായത് ഗോവയിലാണ്. 34 രൂപ വർധനവുണ്ടായി. ഇതോടെ ഗോവയിലെ 356 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വേതനം കിട്ടുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, കൂടുതലുള്ളത് ചോദിക്കാറുണ്ട്. ഹരിയാനയിലാണ് ഇമ്പോർട്ടൻ്റ് വർധനവ് വരുന്നതോടെ 374 രൂപയാണ് ഹരിയാനയിലെ തൊഴിലുറപ്പ് പ്രകാരം കിട്ടുന്നത്. കേരളത്തിലെ 346 രൂപയാണ്. എത്ര ദിനമാണ് വർദ്ധിപ്പിച്ചേക്കുന്നത്? 13 രൂപയാണ്. അപ്പോൾ ഇതാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ഇത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ്. രണ്ടും തമ്മിൽ തെറ്റരുത്. എക്സാംസിന് ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ആൻസർ എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇമ്പോർട്ടൻ്റ് ആണ്. നവാധ്വാന പ്രസ്ഥാനങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് ശ്രീ കുമാര ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. PRDS അല്ലേ. അടുത്തത് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? സി ശങ്കരൻ നായർ ആണല്ലേ. ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക. അപ്പോൾ 2024 ചോദ്യങ്ങൾ കൂടുതലും ചോദിക്കുന്നുണ്ട്, ദിവസവും പ്രമേയം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് 24 ഡേറ്റ്സ് അതിൻ്റെ പ്രമേയങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കുക. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഗ്രാമസഭയുടെ അനുച്ഛേദം ചിലപ്പോൾ മാത്രം പഠിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 243 എന്നുള്ളതാണ്. അപ്പോൾ 243 എന്താണ്? അതാണ് ഗ്രാമസഭയെക്കുറിച്ച് പറയുന്നത്. അപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ടതുണ്ട്. 243 ആണ് ഗ്രാമസഭയെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. 243 ആണ് പഞ്ചായത്തുകളുടെ ഭരണഘടനയെക്കുറിച്ച് പറയുന്നത്. 243 ആണ്. അപ്പോൾ ആദ്യം ഗ്രാമസഭ, ഒരു ഓർഡറിൽ ഗ്രാമസഭയല്ലേ കുഞ്ഞിത്, അതിനുശേഷം പഞ്ചായത്ത്. 243 സീറ്റുകളുടെ സംവരണത്തെക്കുറിച്ച് പറയുന്നത്. 243 ആണ് ഇപ്പോൾ നമുക്ക് ചോദിച്ച ചോദ്യം. പഞ്ചായത്തുകളുടെ നികുതി ഫണ്ടുകളൊക്കെ ചുമത്താനുള്ള അധികാരത്തെക്കുറിച്ചൊക്കെ പറയുന്നതാണ് 243 എന്ന് പറയുന്നത്. 243 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആർട്ടിക്കിൾ ആണ്. സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിനുള്ള ധനകാര്യ കമ്മീഷന്റെ ഭരണഘടന. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നതാണ് 243 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 243 ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. 243 ആണ് ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു പഠിക്കുക. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഓപ്ഷൻ ബി ആരോഗ്യ കിരണം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ഓപ്ഷൻ സി ഇടുക്കി, പത്തനംതിട്ട എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. സോ നിശാന്തത, വൈറ്റമിൻസ് ഡെഫിഷ്യൻസി ഡിസീസസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിശാന്തത വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സിറോഫ്താൽമിയും ഗ്ലോക്കോമയും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിരിക്കുകയാണ്. സിറോഫ്താൽമിയാണ് വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു എന്നുള്ളത് സിറോഫ്താൽമിയെ കുറിച്ച് പറയുന്നതാണ്. ഗ്ലോക്കോമയാണ് എക്വസ് ദ്രവത്തിന്റെ പുനരാഗീരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. സോ ഇവിടെ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശരിയായവയാണ് ചോദ്യം.
അടുത്തത് മനുഷ്യരക്തത്തിലെ ഹിമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് ഏത്? അയൺ അല്ലേ. അയൺ ടാബ്ലറ്റ്സ് ഒക്കെ ഒരുപാട് പേര് കഴിക്കുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ബാക്ടീരിയ ആണ്. ബാക്ടീരിയയുടെ പേരാണ് ചോദിക്കുന്നത്, ലെപ്റ്റോസ്പൈറ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത ആൻസേഴ്സ് ആണ് കൂടുതലും. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? അപ്പൊ ലോക ആരോഗ്യ ദിനം എന്ന് പറയുമ്പോൾ ഏപ്രിൽ 7-ാം തീയതി ആണല്ലേ. അതിന്റെ പ്രമേയം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. തണ്ണീർത്തട ദിനത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫെബ്രുവരി 2 ആണല്ലേ തണ്ണീർത്തട ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അതും കൂടെ നോട്ട് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ? എംഫിസിമ. നമ്മൾ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ എപ്പോഴും പരസ്യം കാണുന്നതാണ് അല്ലേ, സിഗരറ്റൊക്കെ കൂടുതൽ വലിക്കുന്നത് മൂലം ഇങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടാവുന്നു. സോ എംഫിസിമ ജീവിതശൈലി രോഗമാണ്. ഫാറ്റി ലിവറും ജീവിതശൈലി രോഗമാണ്. 1, 2 എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹീമോഫീലിയം, സിക്കിൾ സെൽ അനീമിയ ഒക്കെ നമ്മൾ ജനിതക രോഗങ്ങളാണ്. SCRT ടെക്സ്റ്റിൽ എടുത്തു പറയുന്ന പോയിന്റ്സ് തന്നെയാണ്. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് എന്താണ്? ഓപ്ഷൻ ഡി BS6 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി, നമ്മൾ ലാസ്റ്റ് ആയിട്ട് PYQ സീരീസ് ഫിസിക്സ് ഡിസ്കസ് ചെയ്തപ്പോൾ എടുത്ത് പറഞ്ഞ പോയിന്റ് ആണ്. വിസ്കോസിറ്റി എന്താണ്? വിസ്കോസിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു എക്സാമ്പിൾ ആണ് തേൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇങ്ങനെ മോളിക്യൂൾസ് അധികം ഇങ്ങനെ ഒഴുകില്ല, മൊബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ചൂടാക്കുമ്പോൾ ഒഴുകാനുള്ള സ്പീഡ് കൂടും. അതായത് വിസ്കസ് ഫോഴ്സ് എന്താണ് അവിടെ സംഭവിക്കുന്നത്? കുറയാണ് സംഭവിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? അപ്പൊ പ്രവൃത്തിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി പവർ ഇൻറ്റു ടൈം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ അമേരിക്ക എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്ക് ഇടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? വായുവിന്റെ പ്രതിരോധം അവഗണിക്കുക. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളതാണ് അല്ലെ, ഫ്രീ ഫോൾ നമ്മൾ പഠിക്കുന്നതാണ്. വായുവിന്റെ പ്രതിരോധം ഇല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചാണ് താഴത്തേക്ക് എത്തുക അല്ലെ. എത്ര വെയിറ്റ് ഉള്ളതായാലും, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഞ്ഞിയുടെയും എക്സാമ്പിൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, ഗലീലിയോന്റെ എക്സ്പെരിമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വായുവിന്റെ പ്രതിരോധം അവഗണിക്കുക എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ഋതു കരിതാൾ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ആനോഡൈസിങ് ഏതിനാണ്? അലുമിനിയത്തിനാണ് അല്ലേ. അലുമിനിയം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഗാൽവനൈസേഷൻ പ്രൊസീജിയർ ആണെങ്കിൽ ഇരുമ്പിനാണ് ഉപയോഗിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റേറ്റ് നാശത്തിന് വിധേയമാകുന്നത്? ഓപ്ഷൻ എ pH 5.5 കുറയുമ്പോഴാണ് നാശത്തിന് വിധേയമാകുന്നത്. അടുത്തത്, ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്നും വലത്ത് വശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു, ശരിയാണല്ലേ. നമ്മൾ പീരിയോഡിക് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലെ വലതുവശത്തേക്ക് പോകുമ്പോൾ മെറ്റൽസ് നിന്ന് നോൺ മെറ്റൽസിലോട്ടാണ് മാറുന്നത്. സോ അത് ശരിയാണ്. വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു, അത് ശരിയാണ്. ഇലക്ട്രോണുകളുടെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു, അത് തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇത് തെറ്റാണ് അല്ലേ. അത് ന്യൂക്ലിയസിലേക്ക് കൂടുതൽ ആകർഷിക്കുകയാണ് ചെയ്യുക, അതുകൊണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കുറയാണ് ചെയ്യുക. സോ ഇതാണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ? O2, O3, O4. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ O2 നമ്മൾ നോർമലി കേൾക്കുന്നതാണ് അല്ലേ. പിന്നെ O3 ഓസോൺ ആണ്. O4 എന്ന് പറയുമ്പോൾ ഓക്സോ ഓസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓക്സിജന്റെ ഒരു അലോട്രോപ്പ് ആണ് O4 എന്ന് പറയുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ചോദിച്ചേക്കുന്നത്. അലോഹമായതുകൊണ്ട് ബ്രോമിൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലോഹമാണെങ്കിൽ എന്തായനെ? മെർക്കുറി ആയനെ അല്ലേ. ഓക്കെ.
ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത്? ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഓപ്ഷൻ എ കൊടിയേറ്റം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? സാഹിത്യ വിമർശനം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പ്രസിദ്ധമായ മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഓപ്ഷൻ എ പമ്പ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഗ്രാൻഡ് സ്ലാം നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് അല്ലെ, ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതിലത്തെ ഓരോ വിന്നേഴ്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചതാർക്ക്? ഓപ്ഷൻ ബി പ്രഭാവർമ്മയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2024 ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏത്? ഓപ്ഷൻ ബി ഹിമപ്പുലി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയതിന് ശേഷം, സ്വന്തമായിട്ട് ടൈം എടുത്ത് ചെയ്ത് നോക്കിയതിന് ശേഷം ആൻസർ നോക്കുകയാണെങ്കിൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, LD ക്ലർക്ക് എക്സാമിന് പ്രിപ്പറേഷൻ എവിടം വരെ എത്തി, ഏതൊക്കെ ഏരിയ ആണ് വീക്ക് ഏരിയ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് അത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അടുത്തത് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആരുടെ വരികളാണ്? കുമാരനാശാന്റെ വരികളാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അല്ലേ. ഇപ്പം ആപ്പിൾ കുറേ പേരുടെ കയ്യിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മാക് OS, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അല്ലേ. അപ്പോൾ യാഹു, ബിങ്, ആസ്ക് എന്നൊക്കെ പറഞ്ഞ സെർച്ച് എഞ്ചിൻ ആണ്. സഫാരി എന്ന് പറയുമ്പോൾ ആപ്പിളിന്റെ ബ്രൗസറാണ്, സെർച്ച് എഞ്ചിൻ അല്ല ബ്രൗസറാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. പ്രോമിന്റെ പൂർണ്ണരൂപം, പ്രോം എന്ന് പറയുമ്പോൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏത്? IT ആക്ട് അവസാനമായി ഭേദഗതി ചെയ്തത് 2000-ലാണ്. IT ആക്ട് നിലവിൽ വരുന്നത് 2008 ഭേദഗതി ചെയ്ത് 2009 ഭേദഗതി ചെയ്ത നിയമം നിലവിൽ വരുന്നത് അല്ലേ. സോ ഓപ്ഷൻ 2008 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്.